ഞായറാഴ്ചയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്ന് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൺഡേ ഒന്നല്ല കേട്ടോ, സാധാരണ ഒരു സൺഡേ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ എന്റെ കൂടെ കൂട്ടാന്ന്. ഇന്ന് എനിക്ക് ട്യൂഷൻ എനിക്ക് കൂടി ഒരു ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ 2 ക്ലാസ്സുകളാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ പിന്നെ പള്ളിയിലേക്ക് വന്നാൽ റെഡി ആവില്ല. എന്റെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ ഒരുപാട് നോക്കിയിട്ട് എന്റെ ആക്നേസിനെ മാത്രം എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. മുഖത്ത് കുരുക്കളും കുരുവിന്റെ പാടുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. കാരണം ഭയങ്കര പെയിനാണ് അത്. സത്യം പറഞ്ഞാൽ കുരു നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എല്ലാവരും നമ്മളോട് ചോദിക്കുമല്ലോ മുഖത്ത് എന്ത് പറ്റി. എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിടയ്ക്ക്. ഭയങ്കരമായിട്ട് കുരു കൂടിയിട്ടുണ്ടായിരുന്നു. ഫേസിൽ ഭാഗം മൊത്തം കുരു വന്നിട്ടേ എല്ലാവരും ചോദിക്കായിരുന്നു എന്ത് പറ്റി, മുഖത്ത് എന്ത് പറ്റി. ഞാൻ പേടിക്കും, ദൈവം എനിക്ക് വല്ല അസുഖമാണോ, മുഖത്ത് കുരുവാണ്. പക്ഷേ ആളുകൾ കാണുമ്പോഴത്തേനും അത് വേറെ രീതിക്കാണ് പോവാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചിലർക്കെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആക്നേസ് ഒക്കെ നമ്മുടെ മുഖത്താണെങ്കിലും പക്ഷെ കാണുന്നവർക്കാണ് അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്, ആക്നേസ് ആണ് അത് മാറുമെന്നുള്ളതൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കുറെ പേരുണ്ട് കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വെറും തമാശയായിട്ട് തന്നെ തോന്നുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പൊട്ടിട്ടാണ് കുഞ്ഞു പീക്കിരിക്കാട്ടി കറുപ്പ പൊട്ട് ഭയങ്കര ഇഷ്ടം. ഇതൊന്നും എല്ലാ മലയാളികൾക്കുള്ളതാന്ന് തോന്നുന്നു. ഞാൻ പെൺകുട്ടികൾക്ക് പൊട്ട് ചിലവർക്ക് ഭയങ്കര ഒരു സംഭവം ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ്. എന്നെ സംബന്ധിച്ച് പൊട്ട് വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയുണ്ട്. ഏത് ജീൻസിന്റെ ഒപ്പം ഏത് ട്രഡീഷണൽ ലുക്കിനൊപ്പം ഞാൻ പൊട്ടിടാറുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഞാൻ ഇത് കൂടുതലും കണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ റെഡിയായി പള്ളിയിൽ പോയിട്ടോ. പള്ളിയിൽ പോയി വന്നു ഗൈസ്. ഇനി നമുക്ക് ട്യൂഷന് പോവാം. ട്യൂഷൻ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോവാം. 12 മണിക്കാണ് ക്ലാസ്. 11:30 ഇപ്പോൾ പോയാലും ഞാൻ അവിടെ കൃത്യമായിട്ട് സമയം എത്തുള്ളൂ. അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ നേരെ എൻ്റെ മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ടൊരു ക്ലിപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഒറ്റ ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പോസ്റ്റ് അടിക്കേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു കടയിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പണത്തിന്റെ ചെറിയൊരു പർച്ചേസിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. വൈകുന്നേരം 5:15 വരെ ഞാൻ TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ഞായറാഴ്ച ഇല്ലേ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് TV ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ എഴുത്തും വായനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 10 മണിയായിട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഫുഡൊക്കെ കഴിച്ച് രാത്രി കുറച്ച് നേരം എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കിടന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നെക്സ്റ്റ് വീഡിയോ. Love you. Bye bye.